ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 27-ാം ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. ഇതാരാ? കൂടെ ഉണ്ടായിരുന്ന ആളെ ചൂണ്ടി നകുൽ ചോദിച്ചു. അയാളുടെ ശബ്ദത്തിൽ ചോദ്യത്തേക്കാൾ ഉപരിയായി ഒരു പരിശോധനയുടെ ഗൗരവമുണ്ടായിരുന്നു. സാറേ, ഇതെന്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് സേതു. ഇവൻ എൻ്റെ അയൽവാസി കൂടിയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ ഒരു കൂട്ടു വേണമെന്ന് തോന്നി. അതുകൊണ്ട് തോമസിന്റെ വാക്കുകളിൽ അല്പം ചമ്മലുണ്ടായിരുന്നു. എടോ, പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല. നിങ്ങൾക്ക് വേണ്ടി നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ അത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളൊക്കെ. അനാവശ്യമായ പരിഭ്രമം വേണ്ട. അതൊക്കെ പോട്ടെ, വളരെ അത്യാവശ്യമായ ഒരു കാര്യം പറയാനാണ് നിങ്ങളെ വിളിപ്പിച്ചത്. കാര്യങ്ങൾ വളരെ സംയമനത്തോടെ കേൾക്കണം. അല്പം മുന്നോട്ട് ആഞ്ഞിരുന്നു കൊണ്ട് നകുൽ ഗൗരവത്തിൽ പറഞ്ഞു തുടങ്ങി. എന്താ സാർ? തോമസ് വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. അവന്റെ നെഞ്ചിടിപ്പ് കൂടുന്നത് നകുൽ വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നു. നകുൽ ഒരു നിമിഷം മൗനമായി ഇരുന്ന ശേഷം പതുക്കെ പറഞ്ഞു തുടങ്ങി. അത് ഇന്നലെ രാത്രി 11 മണിക്ക് മയിലാടുംകുന്ന് ഭാഗത്ത് ഒരു അപകടമുണ്ടായി. ആ വഴി വന്ന് ഒരു പയ്യൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഒരു പെൺകുട്ടിയായിരുന്നു. പിന്നെ ഇന്ന് പുലർച്ചെയാണ് നിങ്ങളുടെ അനിയനും വൈഫും ഇവിടെ എത്തിയത്. അവരുടെ മകളെ കാണാനില്ല എന്ന കാര്യം അവർ റിപ്പോർട്ട് ചെയ്തു. തോമസിന്റെ ഉള്ളിൽ പെട്ടെന്നൊരു ഇടുത്തി വീണതുപോലെ ഉണ്ടായി. അവൻ ആകെ തകർന്നുപോയി. ഈശോയെ, ഞങ്ങളുടെ മിന്നുമോൾക്കോ? ആക്സിഡന്റും എൻ്റെ കൊച്ചും തമ്മിൽ എന്താ ബന്ധം? അയാൾ വെപ്രാളത്തോടെ നകുലിൻ്റെ മേശയിൽ കൈവച്ച് ചാടി എഴുന്നേറ്റു. നകുൽ ഗൗരവത്തിൽ പറഞ്ഞു. തോമസ് പ്ലീസ്, സംയമനം പാലിക്കൂ. ആ കുട്ടിയെ ഒന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് നിങ്ങളെ ഇങ്ങോട്ട് വരുത്തിയത്. ആക്സിഡന്റ് നടന്ന സ്ഥലത്തു നിന്നും കിട്ടിയ ബാഗ് കാണിച്ചപ്പോൾ അത് ആ കുട്ടിയുടേതാണെന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തു. എങ്കിലും എല്ലാം സംശയം മാത്രമാണ്, ഒന്നും ഉറപ്പിക്കാനായിട്ടില്ല. നമുക്ക് ആ കുട്ടിയെ കണ്ട് കാര്യങ്ങൾ ഉറപ്പിക്കണം. രണ്ടും ഒരേ ആൾ തന്നെയാണെന്ന് നകുൽ പറഞ്ഞു നിർത്തി. അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ചെറിയ പരിക്കൊക്കെ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ? തോമസ് വിറയ്ക്കുന്ന ശബ്ദത്തിൽ പ്രതീക്ഷയോടെ ചോദിച്ചു. നകുൽ മുഖം കടുപ്പിച്ചു. സി മിസ്റ്റർ തോമസ്, അത് ആ കുട്ടി ആവരുതേ എന്ന് പ്രാർത്ഥിക്കൂ. സർ. യെസ്. അൺഫോർച്ചുനേറ്റ്ലി ആ കുട്ടി ഇപ്പോൾ ജീവനോടെയില്ല. എൻ്റെ ഈശോയെ, എൻ്റെ കൊച്ച്, അതിന് എന്നാ പറ്റിയത്? ആയിരിക്കില്ല, അതവളായിരിക്കില്ല. അല്ലെങ്കിൽ തന്നെ അവൾ രാത്രിയിൽ എവിടെ പോകാൻ? ഇരുട്ട് കണ്ടാൽ പോലും അവൾക്ക് പേടിയാ. തോമസ് ഭ്രാന്തമായ അവസ്ഥയിൽ പുലമ്പിക്കൊണ്ടിരുന്നു. അയാൾ ആകെ തകർന്നു പോയിരുന്നു. ആ നിമിഷം സ്റ്റേഷനിലെ പഴയ ഫോൺ വീണ്ടും ശബ്ദമുയർത്തി. ആ ശബ്ദം മുറിയിലെ നിശബ്ദതയെ കീറി മുറിച്ചു. നകുൽ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. ഓക്കെ. ഫോണിൽ അത്രമാത്രം പറഞ്ഞുകൊണ്ട് നകുൽ എഴുന്നേറ്റു. ഒരു 5 മിനിറ്റ്, ഞാനൊന്ന് ഫ്രഷായിട്ട് പെട്ടെന്ന് വരാം. നിങ്ങൾ പുറത്തേക്കിരുന്നോളൂ. അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അകത്തെ മുറിയിലേക്ക് നടന്നു. മനു, പെട്ടെന്ന് വാ, സമയം ഒട്ടും കളയാനില്ല. പെട്രോൾ പമ്പിൻ്റെ അപ്പുറത്തായിട്ട് സാറിൻ്റെ വണ്ടി കിടപ്പുണ്ട്. നമുക്ക് ഈ പുറകിലത്തെ വാതിലൂടെ ഇറങ്ങാം. അപ്പോൾ ആരും നമ്മളെ ശ്രദ്ധിക്കില്ല. നകുലിൻ്റെ കണ്ണുകളിൽ അസാധാരണമായൊരു തിളക്കവും ധൃതിയും ഉണ്ടായിരുന്നു. അവൻ മനുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. സ്റ്റേഷനിലെ മറ്റു കണ്ണുകളിൽ പെടാതെ നിഴലുകൾ പോലെ അവർ പിൻവാതിലിലൂടെ പുറത്തേക്കിറങ്ങി. ചുറ്റുമുള്ള ഇരുട്ടിനെ കൂട്ടുപിടിച്ച് അവർ വേഗത്തിൽ നടന്നു. പെട്രോൾ പമ്പിനപ്പുറം മരച്ചുവട്ടിൽ അല്പം ഒതുക്കി നിർത്തിയ വിശ്വംഭരൻ സാറിൻ്റെ കറുത്ത കാർ അവർ കണ്ടു. നകുൽ ധൃതിയിൽ ആ കാറിൻ്റെ ഡോർ തുറന്നു. സാറേ, ഇനി ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് പൊയ്ക്കോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന വിശ്വംഭരൻ സാറിനെ നോക്കി നകുൽ പറഞ്ഞു. മനുവിനെ പിൻസീറ്റിലേക്ക് കയറ്റിയിരുത്തിക്കൊണ്ട് നകുൽ വണ്ടിക്ക് പുറത്തൊന്ന് തട്ടി. വിശ്വംഭരൻ സാർ നകുലിനെ ഒന്ന് നോക്കി. പിന്നെ ഒരു ചെറു പുഞ്ചിരിയോടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. കാർ പതുക്കെ മുന്നോട്ട് നീങ്ങി ഇരുട്ടിലേക്ക് അപ്രത്യക്ഷമായി. നിമിഷങ്ങൾക്കുള്ളിൽ ആ പ്രദേശം ശാന്തമായി. താൻ ചെയ്തത് വലിയൊരു കാര്യമാണെന്ന് തോന്നുമ്പോഴും അതൊരു കടമയായി മാത്രം കണ്ട് ഒരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കാതെ ഓടി അകലുന്ന നകുലിനെ നോക്കി മനു കാറിൻ്റെ ജനാലയിലൂടെ ഒന്ന് പുഞ്ചിരിച്ചു. ആ നിമിഷം താൻ സുരക്ഷിതനാണെന്ന ബോധം അവനിൽ ആശ്വാസം നിറച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം CI റോബിൻ്റെ ഓഫീസിൽ ആകെ ഒരു പിരിമുറുക്കം തങ്ങി നിന്നിരുന്നു. തനിക്ക് മുന്നിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന നകുലിനെ നോക്കി റോബിൻ ഗൗരവത്തിൽ ചോദിച്ചു. പറയൂ മിസ്റ്റർ നകുൽ. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല സാർ. ഇതും കുഴഞ്ഞു മറിഞ്ഞ കേസ് തന്നെയാണ്. 2 ദിവസമായിട്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഞാൻ ഈ കേസിൻ്റെ പുറകെ തന്നെയാണ്. പക്ഷേ നകുൽ വാചകം മുഴുമിപ്പിക്കാതെ റോബിൻ്റെ മുഖത്തേക്ക് നോക്കി. റോബിൻ തൻ്റെ കസേരയിലേക്ക് ഒന്നുകൂടി ചാരിയിരുന്ന് പറഞ്ഞു.
വിശ്വംഭരൻ സാർ വിളിച്ചിരുന്നു. കേസ് എന്തായി എന്നറിയാനുള്ള ആകാംക്ഷയാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ അനന്തരവൻ സാക്ഷിയായ കേസാണല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിൽ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. നകുൽ നിസ്സഹായതയോടെ തലയാട്ടി. എന്നെയും വിളിച്ചിരുന്നു സാറേ. പക്ഷേ മറുപടിയില്ലാത്ത കാര്യമായതുകൊണ്ട് ഞാൻ സാറിനെ വിളിക്കാൻ പറഞ്ഞു. റോബിൻ ഒന്ന് ചിരിച്ചു. എന്നാൽ ആ ചിരിയിൽ അല്പം പരിഹാസം കലർന്നിരുന്നു. ആഹാ, അപ്പോൾ താൻ എന്നെ പെടുത്തിയതാണല്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത് ശങ്കരൻ തെങ്ങിൽ തന്നെയാണെന്നാണോ? അതോ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന വഴിയിൽ തന്നെയാണോ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത്? നകുൽ റോബിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അല്പം കൂടി മുന്നോട്ട് ആഞ്ഞിരുന്നു. അതാണ് സാറേ പ്രശ്നം. ശങ്കരൻ തെങ്ങിൽ തന്നെയുണ്ട്. പക്ഷേ തെങ്ങ് ഏതാണെന്ന കാര്യത്തിലാണ് ഇപ്പോഴും ആശയക്കുഴപ്പം. ഈ കേസ് നമ്മൾ കരുതിയതിനേക്കാൾ ആഴമുള്ളതാണ് സാറേ. അന്ന് താൻ പറഞ്ഞിരുന്നല്ലോ, മനുവിൻ്റെ മൊഴി അനുസരിച്ച് ആ കൊല നടത്തിയ ആൾക്ക് ഒരു കൈക്കെന്തോ കുഴപ്പമുണ്ടെന്ന്. ആ വഴിക്കൊന്ന് അന്വേഷിച്ച് നോക്കായിരുന്നില്ലേ? മനുവിനെ എനിക്ക് ചെറുപ്പം മുതൽ അറിയാം. അവനൊരു കാര്യം കാണാതെ കണ്ടെന്ന് പറയില്ല. അത്ര ബ്രില്യൻ്റായ കുട്ടിയാണ്. റോബിൻ ചോദിച്ചു. സാറേ, എല്ലാ വഴിക്കും അന്വേഷിച്ചു. പക്ഷേ വീണ്ടും തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുന്നു. പറയുമ്പോൾ നകുലിൻ്റെ മുഖത്ത് നിരാശ നിറഞ്ഞിരുന്നു. എന്താണോ ഇത്? ശരി, തൻ്റെ കൺക്ലൂഷൻ പറ, കേൾക്കട്ടെ. റോബിൻ തൊപ്പി ഊരി മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് ചെവി കൂർപ്പിച്ചു. സാർ, ഇതും സമാനമായ ഒരു കേസ് തന്നെയാണ്. മുൻപ് നമ്മളൊരിക്കൽ ചർച്ച ചെയ്ത കല്ലൂർക്കാട് നടന്ന കേസും തൊടുപുഴയിലെ എൻ്റെ അനുജത്തിയുടെ കേസുമൊക്കെയും തമ്മിൽ വല്ലാത്ത സാമ്യമുണ്ട്. ഒപ്പം കേസ് മുന്നോട്ട് പോകാതിരിക്കാൻ മാതാപിതാക്കളുടെ തീവ്രമായ ആഗ്രഹവും. വാട്ട്? സാറേ, കഴിഞ്ഞ ദിവസം കിഴക്കമ്പലത്ത് മരിച്ച കുട്ടിയുടെ പേര് അനന്യ എന്നായിരുന്നു. വീട്ടിൽ അവളെ എല്ലാവരും മിന്നു എന്നാണ് വിളിച്ചിരുന്നത്. അവളുടെ പ്രായം 16. അവളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണിത്. ഒന്ന് നോക്കിക്കേ. ഫയൽ റോബിൻ്റെ മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ട് നകുൽ പറഞ്ഞു. മരണകാരണം ലത്താൽ ഇഞ്ചക്ഷൻ തന്നെ. ഒപ്പം കുഞ്ഞിൻ്റെ ശരീരത്തിൽ മയക്കുമരുന്നിൻ്റെ സാന്നിധ്യവും. റിപ്പോർട്ടിലെ ആദ്യത്തെ വരികൾ തന്നെ റോബിനെ ഞെട്ടിച്ചു കളഞ്ഞു. ഇതുവരെ ഒരു തൊമ്പും കിട്ടാത്ത പഴയ കേസുകളുടെ എല്ലാം തനി ആവർത്തനം തന്നെ. എന്താണോ ഇത്? 16 പോലും തികയാത്ത ഒരു കുട്ടി, അത് 4 ആഴ്ച പ്രഗ്നൻ്റോ? ഒപ്പം സീരിയസ് വജൈനൽ ഡാമേജും. ആരാടോ ഇതിൻ്റെ പിന്നിൽ? എന്തെങ്കിലും ഒരു ക്ലൂ? റോബിന് തൻ്റെ തല പെരുക്കുന്നത് പോലെ തോന്നി. സർ, ഈ കുട്ടിയെപ്പറ്റി ഞാൻ വിശദമായി തന്നെ അന്വേഷിച്ചു. കുഞ്ഞു പഠിക്കുന്ന സ്കൂളിലും അവളുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും അവളെപ്പറ്റി നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. മിടുക്കി കുട്ടി, ആരോടും വഴക്കിന് പോകാത്ത, സ്നേഹം മാത്രമുള്ള കുഞ്ഞ്. അവൾക്ക് ആരെങ്കിലുമായി ഒരു കുഞ്ഞ് അടുപ്പം പോലും ഉള്ളതായി ഒരാൾ പോലും പറഞ്ഞില്ല. നകുൽ അല്പം ഗൗരവത്തോടെ തുടർന്നു. സാറേ, 1 മാസത്തിന് മുൻപ് സ്കൂളിൽ നിന്ന് ഒരു ടൂർ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ടൂറെന്ന് തികച്ച് പറയാൻ പറ്റില്ല. അതൊരു സ്റ്റഡി പ്രോഗ്രാമായിരുന്നു. ആ പ്രോഗ്രാം നയിച്ചത് ആ സ്കൂളിലെ തന്നെ അധ്യാപകനായ അരുൺ സാർ ആയിരുന്നു. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.